വളരെ അപകടം പിടിച്ച റോഡാണിത്. വണ്ടികൾ ഞങ്ങളുടെ മുമ്പിൽ തന്നെ 2-3 വട്ടം മറിഞ്ഞു വീണത്. നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും ഞാനിവിടെ മറിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണാൻ തുടങ്ങിയ നാൾ തൊട്ടേ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഇതുവരെ ഒരു പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. അഞ്ചൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിലെ കൊടിയാട്ടുവിള കോൽമുക്കിൽ നിന്നും അംഗൻവാടി വഴി ചെങ്ങമനാട് അഞ്ചൽ റോഡിലേക്ക് കടന്നു പോകുന്ന റോഡിൽ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചാരയോഗ്യമല്ലെന്ന് പ്രദേശവാസികളുടെ ആരോപണം. 22-ാം വാർഡിലെ കോവിൽമുക്ക് അംഗൻവാടി തുപ്പല റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഇത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പഞ്ചായത്തിലേക്ക് ആദ്യത്തെ ഒരു റോഡാണിത്. ആ പഞ്ചായത്ത് രജിസ്റ്റർ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് കേസ് പറഞ്ഞ് തന്നെ ചില ആളുമായിട്ട് കേസ് പറഞ്ഞ് പഞ്ചായത്ത് കേസ് പറഞ്ഞ് വിജയിച്ച് ഒരു പഞ്ചായത്ത് റോഡാക്കി മാറ്റിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷം മുമ്പിട്ട്. അതൊക്കെ ഇവിടെ പല ആളുകൾക്കും അറിയാം. അപ്പം നിരവധി ആളുകളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പം ഇത് പഞ്ചായത്ത് അധികൃതരുടെയും മറ്റുള്ള ഗ്രാമസഭകളിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരേ ഒരു പല്ലവ് മാത്രമേ ഉള്ളൂ. ടെൻഡർ എടുത്ത ആൾ നടത്തുന്നില്ല. ടെൻഡറുകാരൻ ഈ പണി ചെയ്യാൻ താല്പര്യമില്ല. ഇത് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അധികൃതർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻഡർ എടുത്ത ആൾ പോയെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും യോജിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് പറയാനുള്ളത്. നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും ഞാനിവിടെ മറിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് ഇതുവഴി വരുന്നത്. ഞാൻ അതുവഴിയാണ് സാധാരണ വരാറ്. അപ്പോൾ വളരെ മോശം അവസ്ഥയാണ് ഈ റോഡിൻ്റെ. അപ്പോൾ അധികൃതർ ഇത് കാണണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മളിവിടെ കൊച്ചുങ്ങളുമായിട്ട് മറിഞ്ഞു വീഴാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റോഡിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ റോഡ് നിൽക്കുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾ 10-12 കുട്ടികൾ വരുന്ന ഒരു അംഗൻവാടിയാണ്. എല്ലാവരും 2 വീലർ ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് വളരെ അപകടം പിടിച്ച റോഡാണിത്. എന്നുവെച്ചാൽ ആൾക്കാരെല്ലാവരും വന്നതുപോലെ പരാതി പറയാറുണ്ട്. ഗ്രാമസഭകളിലും അധികൃതരെയൊക്കെ നമ്മൾ ഈ റോഡിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ യാതൊരു തരത്തിലുള്ള നടപടികളോ ഒന്നും ഇവിടെ സ്വീകരിച്ചിട്ടുമില്ല. ഇതുവരെ അതിനുള്ളൊരു നടപടി വന്നിട്ടുമില്ല. ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല, ഇതിലെ കൂടെ ജനങ്ങൾ സഞ്ചരിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണിത്. അപ്പൊ ജനസഞ്ചാരം ഒരുപാടുള്ള റോഡും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ടത് ഈ റോഡിന്റെ ഇത് എത്രയും പെട്ടെന്ന് നമുക്കിത് ശരിയാക്കി കിട്ടണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. റോഡ് വലിയ പ്രശ്നമാണ്. കുട്ടികൾ ഇവരെ ഓട്ടോയിലാണ് സ്കൂളിൽ വിടുന്നത്. ഓട്ടോ പോലും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരത്തില്ല, റോഡ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട്. രാവിലെ വൈകിട്ട് എന്തെങ്കിലും മേളിലെ റോഡിൽ കയറി വരണം. അപ്പൊ ഓട്ടോക്കാരനോട് പറയുന്നത് ഈ റോഡേ കയറി വന്നാൽ ഓട്ടോയ്ക്ക് പ്രശ്നമാവും, കംപ്ലൈന്റ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. 2 വീലറുകാർക്ക് നടന്നു പോകുന്ന പ്രായമായവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഇതിലെ കയറി ഈ ഒരു സ്ലോപ്പും കൂടി കിടക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ കാണാൻ തുടങ്ങിയ നാൾ തൊട്ടേ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഇതുവരെയും ഒരു പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. പണി പൂർത്തിയാക്കി നല്ലൊരു റോഡ് വന്നാൽ എല്ലാവർക്കും സൗകര്യം. അത് കാണുമ്പോൾ ഒരു വിഷമമാണ്. ബ്രേക്ക് പിടിച്ച് എത്ര പേരെ ഇവിടെ മറിഞ്ഞു വീണത്. എൻ്റെ മോടെ കൂട്ടുകാരന്മാർ ഇതേ കൂടെ പോയി അവിടെ കാലൊടിഞ്ഞു വീണു. ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരമദയനീയമാണ്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് വണ്ടി കൊണ്ടുവരാനും പറ്റത്തില്ല, നടന്നു പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നടന്നു വന്നാൽ പോലും അംഗൻവാടിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ മറിഞ്ഞടിച്ച് വീണ് നമ്മുടെ കാലൊക്കെ ഉളുക്കുന്നതും അല്ലെങ്കിൽ ഒടിയുന്ന ഒരു അവസ്ഥയിൽ കിടക്കുക. ഇത് പലപ്പോഴും ഇവിടെ നമ്മൾ പഞ്ചായത്തിലും വാർഡ് മെമ്പറോടും എല്ലാവരോടും പറഞ്ഞതാണ്. ഇപ്പോഴിവിടെ കരാറുകാർ ഇത് എടുക്കുന്നില്ല, വർക്ക് എടുക്കുന്നില്ലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്തുവെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തീരുമാനം പഞ്ചായത്തിൽ നിന്നുണ്ടാവണം. കാരണം അംഗൻവാടിയിൽ 2 വീലറിലൊന്നും ആർക്കും പോകാനൊക്കത്തില്ല. ആട്ടോയൊക്കെ പോയാൽ ആട്ടോയ്ക്കൊക്കെ പണി കിട്ടുന്ന ഒരു റോഡാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തുവെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് മേലധികാരികൾ തീരുമാനം എടുക്കണം. വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ. വണ്ടി എന്നും പണിയാണ്. വണ്ടി ഇറങ്ങി വരാനൊക്കെ കയറി പോകാനൊക്കെ. അതുകൊണ്ട് ആൾക്കാർ ഇതിൽ സഞ്ചാരം ഇല്ല. വേറെ അടുത്ത വഴി കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഈ അംഗൻവാടിയിൽ തന്നെ 2 സ്കൂട്ടർ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് അവിടെ വീണ് ആരുടെ പരാതി വരാൻ പറഞ്ഞാൽ ഇവിടെ ആരും നോക്കാനായിട്ടാണ് ആരുമില്ല. ഈ റോഡ് കോവിൽമുക്ക് അംഗൻവാടി തുപ്പല ഏലായിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണിത്. അതുകൂടാതെ ഈ റോഡ് കടയ്ക്കൽ ചെങ്ങമനാട് റോഡിലേക്കുള്ള പ്രധാന പാത കൂടിയാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് തകർന്ന് കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 12 കൊല്ലം മുമ്പിട്ടാണ് ഇത് റീടാറിങ് ചെയ്തത്. നിരവധി തവണ നമ്മൾ ഗ്രാമസഭകളിൽ പരാതി നാട്ടുകാർ ഉന്നയിച്ചു. അതുപോലെ തന്നെ അധികാരികൾക്ക് നിവേദനമായി സമർപ്പിച്ചു. ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ
നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും നമ്മുടെ അധികൃതരുടെ പഞ്ചായത്തിൻ്റെയോ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഒന്നും തന്നെ ഒരു പരിഹാരമായിട്ട് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൂടാതെ ഈ അംഗൻവാടിയിലേക്ക് വരുന്ന കുട്ടികൾ ഉൾപ്പെടെ ഈ 2 വീലറിലൊക്കെ വരുന്ന കുട്ടികൾ ഈ റോഡിൻ്റെ മുൻവശത്ത് അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ വാഹനത്തിൽ നിന്ന് മറിഞ്ഞു വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിരിക്കുകയാണ്. നിരവധി മാസം തോറുമുള്ള ആരോഗ്യവകുപ്പിൻ്റെ കുത്തിവയ്പ്പിനും ഒക്കെ തന്നെ അംഗൻവാടിയിൽ വരികയാണ്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ വളരെയധികം അസൗകര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിതാപകരമായ ഈ റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ ശോചനീയാവസ്ഥ മാറ്റി റോഡ് റീടാറിങ് ചെയ്ത് ഈ യാത്രാ ദുരിതം മാറ്റണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്റെ അവസ്ഥ നമുക്ക് കണ്ടറിഞ്ഞൂടെ? അത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, വണ്ടി പോകാൻ ഒക്കുന്നില്ല. ഇങ്ങോട്ട് തന്നെ കയറി വരാൻ പാടാ. പിന്നെ അങ്ങ് താഴത്തെ കാര്യം പറയണ്ടല്ലേ, അങ്ങോട്ട് ഇടിഞ്ഞു വാരി കിടക്കുമല്ലേ. കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ വയ്യാത്ത സ്ഥിതിയിലുള്ള അന്തരീക്ഷമാണ്. കൂടാതെ തന്നെ നമ്മുടെ ഈ റോഡ് കടയ്ക്കൽ ചെങ്ങമനാട് റോഡും കോവിൽമുക്ക് റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് അതിലേ ഉണ്ട്. അതുവഴി 3 സ്കൂളുകളുടെ വാഹനങ്ങൾ പോകുന്നുണ്ട്, കൊച്ചുകുട്ടികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിനെ റോഡെന്ന് പറയാനൊക്കില്ല, ഇത് വെറും ഒരു ചെമ്മൺ പാതയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്ന നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഇങ്ങനെ ഒരു റോഡ് കാണത്തില്ല. മിക്കവാറും എല്ലാ കൊച്ചു വഴികൾ പോലും ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരം ദുരവസ്ഥയിൽ കിടക്കുന്ന റോഡ് ഞാൻ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാളകം 22-ാം വാർഡിൻ്റെ നമ്മുടെ ഒരു അംഗനവാടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് പല പ്രാവശ്യം പഞ്ചായത്തിലും ഗ്രാമസഭയിലും ഇത് പരാതികൾ പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. ഇവിടെ പലരും 2 വീലറിൽ പോകുന്ന ലേഡീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ 2 വീലറിൽ പോയി പലപ്പോഴും മറിഞ്ഞു വീഴാറുണ്ട്. ഇവിടെ ആട്ടോക്കാർ പോലും വണ്ടി വിളിച്ചാൽ വരാൻ ഒക്കാത്ത സാഹചര്യമാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് രാത്രി ആയാലും രാവിലെ ആയാലും ഇതിൽ സഞ്ചരിക്കണമെങ്കിൽ നടന്നു പോകാൻ പോലും ഒക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത്. എന്താ ഇതിൻ്റെ കാരണം? ഇത് പഞ്ചായത്തിന് വല്ല ഇതിന് ഒരു അംഗൻവാടി ശരിക്കും കുട്ടികൾ ഇവിടെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു എറണാകുളം പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന ഒരു അംഗൻവാടി, അത് പല ഭാഗങ്ങളിലും വരും. നമ്മുടെ ഈ പ്രദേശത്ത് അല്ലാത്ത ആൾക്കാരും ഇതുവഴി യാത്ര ചെയ്ത് വരുന്ന ഒരു അംഗൻവാടിയാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും ആൾക്കാർ വരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ പലരും മറിഞ്ഞു വീഴുകയാണ് സംഭവിക്കുന്നത്. ഇതിന് ഉത്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായ രീതിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷൈജു, അറക്കൽ മേഖല, BJP പഞ്ചായത്ത് പ്രസിഡന്റ്. വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം അധികാരികൾ കണ്ട് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.